കേരളത്തിലെ UDF ഗവൺമെൻറ് അതിൻ്റെ 100 ദിവസം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ആ 100 ദിവസം പൂർത്തിയാക്കിയ സംസ്ഥാന സർക്കാരിനെ, കേരളം സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുന്നു. എന്നാൽ അതോടൊപ്പം ആ ഗവൺമെൻറ്റിൻ്റെ, പ്രത്യേകിച്ച് അതിൻ്റെ മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ VD സതീശന് അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം ഡൽഹിയിൽ വന്നപ്പോൾ മെയ് മാസം 25-ാം തീയതി ദേശീയ മഹിളാ ഫെഡറേഷൻ ഒരു മെമ്മോറാണ്ടം കൊടുത്തിരുന്നു. ആ മെമ്മോറാണ്ടത്തിൽ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം, കേരളം നിയമസഭയിൽ ഒരു റെസൊല്യൂഷൻ, ഒരു പ്രമേയം കൊണ്ടുവന്നുകൊണ്ട്, അതായത് വനിതാ സംവരണ ബില്ലിന് പാസ്സാക്കിയ 2023 പാസ്സാക്കിയ വനിതാ സംവരണ നിയമത്തിൽ ആ നിയമത്തോടൊപ്പം കൂട്ടിക്കെട്ടിയിട്ടുള്ള സെൻസസും ഡീലിമിറ്റേഷനും, ഈ 2 കണ്ടീഷനുകളും നീക്കം ചെയ്തുകൊണ്ട് ഈ നിയമം ഉടനടി നടപ്പിലാക്കണം എന്നുള്ള ഒരു പ്രമേയം കേരളം നിയമസഭ പാസ്സാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മെമ്മോറാണ്ടമായിരുന്നു ഞങ്ങൾ അദ്ദേഹം ഡൽഹിയിൽ വന്നപ്പോൾ ദേശീയ മഹിളാ ഫെഡറേഷൻ്റെ ഒരു ഡെലിഗേഷൻ അദ്ദേഹത്തെ നേരിൽ കണ്ട മെമ്മോറാണ്ടം കൈമാറിയത്. അദ്ദേഹം ഉടൻ തന്നെ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഞങ്ങളോട് ഉറപ്പ് നൽകിയതാണ്. 100 ദിവസത്തിനുള്ളിൽ ഒന്നും നടന്നില്ല, പക്ഷേ 100-ാം ദിവസമെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അത് നടന്നില്ല. തിരുവോണ നാളിലെങ്കിലും സ്ത്രീകൾക്ക് രാഷ്ട്രീയമായ ശാക്തീകരണം നൽകുന്ന ഇത്തരത്തിലൊരു നിയമം, ആ നിയമം എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് കേരള നിയമസഭയ്ക്ക് ഒരു ചരിത്രം കൂടിയുണ്ട്. നിയമസഭയിൽ മുന്നേയും ഈ നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഇതുപോലുള്ള പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ആ രീതിയിൽ സ്ത്രീകളുടെ രാഷ്ട്രീയ ശാക്തീകരണത്തിന് സഹായകരമാകുന്ന രീതിയിൽ കേരളം നിയമസഭയും പുതിയ ഗവൺമെൻറ്, UDF ഗവൺമെൻറ്റും നിലനിൽക്കുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ അസ്ഥാനത്തായിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെയും ഒരു അക്ഷരവും സംസാരിക്കാത്ത UDF ഗവൺമെൻറ്റിൻ്റെ നിലപാടിൽ അതിശക്തമായ പ്രതിഷേധമുണ്ട്. പ്രതിഷേധിക്കുമ്പോൾ തന്നെ വീണ്ടും ആ ഗവൺമെൻറ്റിനോട്, അതിൻ്റെ മുഖ്യമന്ത്രിയോട്, ശ്രീ VD സതീശനോട് ഒക്കെ ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, തമിഴ്നാട് ഗവൺമെൻറ്റിന് കേരളം മുഖ്യമന്ത്രിക്ക് കൊടുത്തതിന് ശേഷമാണ് തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ ഇത്തരമൊരു മെമ്മോറാണ്ടം കൊടുത്തത്. ആ തമിഴ്നാട് ഗവൺമെൻറ്, അതിൻ്റെ മുഖ്യമന്ത്രി തന്നെ മുന്നിട്ട് നിന്നുകൊണ്ട് തമിഴ്നാട് നിയമസഭയിൽ അത്തരത്തിലൊരു പ്രമേയം പാസ്സാക്കി കേന്ദ്ര ഗവൺമെൻറ്റിന് അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു തമിഴ്നാടിൻ്റെ ചുവട് പിൻപറ്റിയെങ്കിലും ഇനിയെങ്കിലും അത്തരത്തിലുള്ളൊരു പ്രമേയം സംസ്ഥാന നിയമസഭയിൽ പാസ്സാക്കി അത് കേന്ദ്രത്തിന് അയച്ചു കൊടുത്തുകൊണ്ട് സ്ത്രീകളുടെ രാഷ്ട്രീയ ശാക്തീകരണത്തിനോടൊപ്പം കോൺഗ്രസ് നേതൃത്വ UDF ഗവൺമെൻറ്റും നിൽക്കണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുകയാണ്.